ഹായ് ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. അപ്പോൾ ഇന്ന് ഒരുപാട് ഫിഷ് വെറൈറ്റിയായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഒന്ന് ആലപ്പുഴ വരെ പോയിട്ട് വന്നതാണ്, അതിൻ്റെയാണിത്. അപ്പോൾ എന്തൊക്കെ ഫിഷാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. നമുക്കിതിൻ്റെ എല്ലാം ഓരോ റെസിപ്പി വിധം നമുക്ക് ഓരോ എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കൊണ്ടുവന്നതിൽ കക്ക ഇറച്ചിയുണ്ട്, കരിമീനുണ്ട്, വരാലുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ കാളാഞ്ചി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളാഞ്ചി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ പലതരത്തിലുള്ള മീനുകൾ, അതിൽ കിട്ടിയിട്ടില്ല വരാല് കൊണ്ട് ഒരു നല്ല ചുമന്ന കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കാം, നമുക്ക് നല്ല ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അടുപ്പിൽ തന്നെ ഉണ്ടാക്കാം. എപ്പോഴും ഗ്യാസിലല്ലേ ഉണ്ടാക്കണം. അപ്പം നമുക്ക് അടുപ്പിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി കാണാം. പായോ. അപ്പോൾ മീനിൻ്റെ അളവും മസാലയുടെ അളവും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ എല്ലാവരും പറയണതല്ലേ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നേ, ഇന്ന് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കുന്ന കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ചുവന്ന മീൻകറിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം ഭാഗങ്ങളുടെ വീടുകളിൽ കൊടുമ്പുളി ചേർത്തിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഞങ്ങൾ പാലക്കാട്ടുകാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ കൊടുമ്പുളി ചേർത്ത് ചുവന്ന മീൻകറി എല്ലാ വീടുകളിലൊന്നും ഉണ്ടാക്കാറില്ല. ഓരോ സ്ഥലം മാറുമ്പോഴും മീൻകറിയുടെ രുചിയും രീതിയൊക്കെ മാറും, ശരിയല്ലേ? കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണത്, എന്ത് തോന്നുന്നു? അപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിൽ ഓരോ ജില്ലയ്ക്കും ഓരോ ജില്ലത്തെ കറികൾക്കും ഓരോ രുചിയാണ് അല്ലേ. പാലക്കാട് ഉണ്ടാക്കുന്ന മീൻകറി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ അവിടെ മത്തിപ്പുളി, സാധാരണ വാളംപുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. മീൻകറിയുടെ നല്ല ഈ ചുവപ്പ് നിറം ഉണ്ടല്ലോ, അത് വെറും കാണാൻ ഭംഗിക്ക് മാത്രമൊന്നുമല്ല, നല്ല കശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർന്നാണ് ഈ മനോഹരമായിട്ടുള്ള നിറം കിട്ടുന്നത്. അതുകൊണ്ടാണ് കറി കാണാനും രുചിക്കാനും ഒരുപോലെ ആകർഷകമാകുന്നത്. ഇന്നത്തെ വിഭവം ഒരു മീൻകറി മാത്രമല്ല, കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ രുചിയും പാരമ്പര്യവും കൂടിയാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൻ പുറത്തെ രുചികളും കഥകളും ഇനിയും പങ്കുവയ്ക്കാൻ ഞാൻ വരും. അതുവരെ സ്നേഹത്തോടെ പാചകം ചെയ്യാം, ആരോഗ്യത്തോടെ ജീവിക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു രുചികരമായ കേരള വിഭവമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.